ഷാരിഖ്, ഈ പണം കൊടുത്തു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ള വയോധിക അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നു. അവർ ആദ്യം ഈ പണം തനിക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. BJP സ്ഥാനാർത്ഥിയും അല്ലെങ്കിൽ BJPക്കൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം തനിക്ക് പണം നൽകുന്നു എന്നവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെ അത് പിന്നീട് മാറ്റി പറയുന്നതും നമ്മൾ ഈ പ്രതികരണത്തിൽ കണ്ടുവല്ലേ. തനിക്ക് പണം നൽകിയിട്ടില്ല, താൻ പണം ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നാണ് അവർ രണ്ടാമത് പറയുന്നത്, അല്ലേ? അമൽ, തീർച്ചയായും അതായത് അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംഭവം നടന്നത്. അതായത് മാധ്യമങ്ങൾ അമ്മയുടെ ദേവു എന്ന് പറയുന്ന 72 വയസ്സായുള്ള ഒരു വയോധികയാണ് ഈ പണം വാങ്ങിച്ചതെന്ന് പറയുന്നത്. അവർ ഈ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു, എനിക്ക് മരുന്നിന് ഒരു മാസത്തേക്ക് 5000 രൂപ ആവശ്യമാണ്. അപ്പോൾ സ്ഥാനാർത്ഥിയോട് ഈ പണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി മടങ്ങിയ ഉടനെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്നിരുന്ന ഒരു സ്ത്രീ 5000 രൂപ കയ്യിൽ വെച്ച് മടങ്ങിയെന്നാണ് നമുക്ക് അവരാദ്യം പറഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത് തന്നെ ഈ അമ്മ പ്രതികരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ മകനുണ്ടായിരുന്നു. ആ മകൻ്റെ ഇടപെടലിന് ശേഷം അമ്മ പ്രതികരണങ്ങൾ മാറ്റി പറയുകയും തനിക്ക് പെൻഷൻ കാശ് കിട്ടിയിട്ടുണ്ട്, ആ കാശാണ് താൻ കയ്യിൽ വെച്ചതെന്ന്, ഈ ദൃശ്യങ്ങളാണ് ഇവർ പകർത്തിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അമ്മയും അതുപോലെ തന്നെ മകനും പിന്നീട് മാറ്റി പറയുന്നു. നാടകീയമായ രംഗങ്ങളാണ് അല്പസമയം മുൻപുണ്ടായത്. അത്തരത്തിൽ ഇവർ മൊഴി മാറ്റി, അതായത് മാധ്യമങ്ങളോട് പ്രതികരണം മാറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നുണ്ട്. അവർ ആദ്യം ഈ അമ്മയോട് സംസാരിക്കും, ഈ സംഭവം എന്താണെന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദമായി ആരായും. അതിനുശേഷം ഇവർ ഈ മൊഴിയും ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്തി ഇതിന് സംഭവത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ ഉടനടി തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഇവിടെ ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ് ഒട്ടേറെ ആളുകൾ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്, ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. മറ്റു പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എത്തി വലിയ ഒരു ആളുകൾ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അമ്മ ആദ്യം പറഞ്ഞ പ്രതികരണം പിന്നീട് മകൻ്റെ ഇടപെടൽ മൂലം മാറ്റി പറയുകയാണ്. എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയുന്നത് എന്താണെന്ന് കൃത്യമായി അവർ ആ വസ്തുത പരിശോധിച്ച് തന്നെ ആ മൊഴി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ആ ദൃശ്യങ്ങളും ഇവർ കാണുന്നുണ്ട്, ആ ദൃശ്യങ്ങളിലെ വസ്തുത ഉൾപ്പെടെ പരിശോധിക്കും. എന്നതിന് ശേഷം കൃത്യമായ ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് അല്പസമയത്തിനകം സമർപ്പിക്കും. എന്തായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിന് തലേ ദിവസമുണ്ടായ ഈ വിഷയം വലിയ രീതിയിൽ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. അമൽ, ദിൽന. ഷാരിഖ്, അമ്മ പ്രായമായ സ്ത്രീയാണ്, അവർക്ക് വയ്യ, അവരെ ബുദ്ധിമുട്ടിക്കരുത് തുടങ്ങിയ വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് മകന്റെ പ്രതികരണം. ഇടയ്ക്ക് ചോദ്യങ്ങളോട് അദ്ദേഹം ദേഷ്യത്തോടെ സംസാരിക്കുന്നതും നമ്മൾ കണ്ടു. ഇതിൽ ഒരു കൃത്യമായി കാര്യങ്ങൾ കവർ ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നുണ്ടോ എന്നാണോ മനസ്സിലാകേണ്ടത്? ഒരു വൈകാരികമായി ഇതിനെ മാറ്റിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ വിലയിരുത്താമോ? അതായത് മാധ്യമപ്രവർത്തകർ നമ്മൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ആവർത്തിച്ച് ചോദിച്ചു മകനോട്. അതായത് അമ്മ ആദ്യം തന്നെ പറഞ്ഞു പണം നൽകി എന്നാണല്ലോ പറഞ്ഞത്, അമ്മ മരുന്നിന് പണം ആവശ്യപ്പെട്ടു, 5000 രൂപ നൽകി എന്നാണല്ലോ പറഞ്ഞത് എന്ന് മകനോട് വീണ്ടും ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞത് അല്ല, അത്തരത്തിലല്ല, അമ്മയുടെ കയ്യിൽ പെൻഷൻ കാശുണ്ടായിരുന്നു, ആ പണമാണ് അമ്മ കാണിച്ചതെന്നും. അപ്പോഴാണ് വിനീഷ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയതും അമ്മയുടെ കാശ് തന്നെയാണ്, അല്ലാതെ അവർ പണം നൽകിയിട്ടില്ല, പണം നൽകാം എന്നാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അത്തരത്തിൽ മാത്രവുമല്ല മകൻ മാധ്യമങ്ങളോട് പിന്നീട് പ്രകോപനപരമായി പെരുമാറാൻ തുടങ്ങി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ വീണ്ടും നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ വാർത്തയാകും വിവാദവുമായതോടെ അവർ കുടുംബം പേടിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല BJP പ്രവർത്തകരുടെ അവരുടെ ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വക അന്വേഷണവും നടക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് ഈ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ മനസ്സിലാകുമെന്നാണ് വ്യക്തമാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.